നമുക്ക് ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു സോയ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനെല്ലാം കൊടുത്തുവിടാൻ നമുക്ക് വെറും ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് കൂടെ ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മൂത്ത് വരുമ്പോൾ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് പച്ചമണമെല്ലാം പോകുന്ന വരെ മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില, എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു മുറി ക്യാരറ്റ്, ഒരു മുറി ക്യാപ്സിക്കം, കുറച്ച് തൈര് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന രീതിയിലുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നന്നായി തിളച്ച് വരാനായിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ച ജീരകശാല റൈസാണ്, കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അത് നമുക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.